നമസ്കാരം, എൻ്റെ പേര് രാകേഷ് പ്രകാശ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ പ്രദീപാണ്. അത് വൺ ഓഫ് ദി ലീഡിംഗ് ഡെവലപ്പർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻ കൊച്ചിയിലെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള മിസ്റ്റർ പ്രദീപ്. സോ പുള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. സോ അവർ പുതിയൊരു പ്രൊജക്ട് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചിയിൽ. അത് ഒരു പുതിയൊരു വില്ല കമ്മ്യൂണിറ്റി. സോ ഓവർ ടു യു സർ, പ്ലീസ് ലെറ്റ് മി നോ എന്താണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫ്. എങ്ങനെയാണ് സാർ ഈ കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടത്? സോ ഇത് കൊച്ചി എന്നൊരു വലിയൊരു മാർക്കറ്റിലേക്ക് ആസ് എ ബിഗിനർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊജക്ട്, ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള പ്രൊജക്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാം. പവലിയസ് ഹോംസിൻ്റെ ഐഡൻറ്റിറ്റി അർബൻ വില്ലേജ് എന്നാണ് ഈ കോൺസെപ്റ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്. ഞങ്ങൾ കേരളത്തിലെ ഒരു ഫസ്റ്റ് ഫോറസ്റ്റ് തീംഡ് ഒരു ജഗൂസി വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് വരുന്നത് 46 ലിമിറ്റഡ് വില്ലാസാണ്. 4 ഏക്കറാണുള്ളത്. ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു ഒരു ചെറിയ സ്ലോപ്പൊക്കെ ഉള്ളൊരു കൊണ്ടു ലെവലൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴേ ഈ പ്രോപ്പർട്ടിക്ക് വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് ഇൻഫോ പാർക്ക് ടിൻ ടവറിൽ നിന്ന് തൊട്ടടുത്താണ്, 800 മീറ്റർ അടുത്താണ്. അപ്പം അപ്കമിങ് മെട്രോ സ്റ്റേഷൻ വരുന്നു, കാക്കനാടേക്ക് വരുന്ന മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ലൊക്കേഷൻ ബേസ് ചെയ്ത് വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു യുണീക്ക് ലിവിങ് സ്റ്റൈൽ കൊടുക്കുന്ന ഒരു ഗ്രീനിഷ് പ്രോജക്റ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു 46 യൂണിറ്റ്സ് ഞങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് പവലിയസ് ഐഡൻറ്റിറ്റി അർബൻ വില്ലേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. ഇതൊരു ഫോറസ്റ്റ് തീമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. 46 ജഗൂസി വില്ല കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ട് കാക്കനാട് ചൂസ് ചെയ്തത്? കാരണം നമുക്ക് കൊച്ചിയിൽ വളരെയധികം കുറേ പ്രോപ്പർട്ടീസും കുറേ ലൊക്കേഷൻസും വില്ല കമ്മ്യൂണിറ്റീസ് ആയിട്ട് കുറേ ഏരിയയിൽ വരുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് സർ കാക്കനാട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? ഈ കാക്കനാട് എന്ന് പറയുമ്പോൾ ഒരു IT-യുടെ റെവല്യൂഷൻ ആണല്ലോ വരുന്നൊരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഇന്ത്യയിൽ ടയർ 1 സിറ്റീസ് നോക്കുമ്പോൾ കൂടുതൽ പാക്ഡ് ആയിട്ടുണ്ട് ടയർ 1 സിറ്റീസ്. ഇപ്പോൾ ടയർ 2 സിറ്റീസ് ആയിട്ടുള്ള കൊച്ചി അടക്കമുള്ള സിറ്റീസിൻ്റെ ഗ്രോത്താണ്, മനസ്സിലായില്ലേ? ആ ഗ്രോത്തിലേക്ക് വരുമ്പോൾ കാക്കനാട് ഈസ് എ റൈറ്റ് പ്ലേസ്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുമ്പം IT കഴിഞ്ഞതിന് ശേഷം AI റോബോട്ടിക്സിൻ്റെ കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാക്കനാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ധാരാളം ഇൻ്റർനാഷണൽ കമ്പനികൾ കാക്കനാടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഡിമാൻഡുണ്ട്, കാക്കനാടിനൊരു ഡിമാൻഡ്. പിന്നെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോഴും ഒട്ടേറെ പ്രത്യേകതകൾ കാക്കനാടിനുണ്ട്, മനസ്സിലായി? കംപ്ലീറ്റ്ലി നല്ല കുടിവെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഇച്ചിരിയും കൂടി പ്രകൃതിയോടൊപ്പം നിൽക്കുന്ന ഏരിയാസ് ഉണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാക്കനാട്, പള്ളിക്കര, കിഴക്കമ്പലം ആ ഒരു ലൊക്കേഷനാണ് കൂടുതലും. ആ ഒരു ബെൽറ്റാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൈം ലൊക്കേഷൻ നമുക്ക് കിട്ടി. കാക്കനാടിൻ്റെ സെൻട്രൽ തന്നെയാണ്. അതായത് ഇടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ടിൻ ടവർ നിൽക്കുന്ന പ്ലേസ് ഇടച്ചിറയാണ്. ഇൻഫോ പാർക്ക് നിൽക്കുന്ന സ്ഥലം ഇടച്ചിറയാണ്. ആ ഇടച്ചിറയിൽ തന്നെയാണ് നമുക്കിപ്പം ഈ പ്രോപ്പർട്ടി കിട്ടിയത്. അതൊരു വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാക്കനാട് തന്നെ ചൂസ് ചെയ്തത്. കാക്കനാട് ഇപ്പം കൂടുതലും ഡെവലപ്പേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഏരിയയും കാക്കനാടാണ്. ഇനി വരാൻ പോകുന്ന ഒരു 5 years ഏറ്റവും കൂടുതൽ ഒരു 3x എങ്കിലും അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലേസ് നോക്കുമ്പോൾ കേരളത്തിൽ വൺ ആൻഡ് ഓൺലി ലൊക്കേഷൻ കാക്കനാടാണ്. അത്രമാത്രം ഒത്തിരി ഡെവലപ്മെൻ്റ് ആണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇൻഫോ പാർക്ക് ഫേസ് 1 ഫേസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഫേസ് 3 ഫേസ് 4ലേക്ക് പോകാൻ പോകുന്നു. അതിൻ്റെ വസ്തുവിൻ്റെ ലാൻഡ് അക്വിസിഷനൊക്കെ ഏകദേശം ഫേസ് 4 ഒക്കെ പൂർത്തീകരിച്ചു. ധാരാളം കമ്പനികൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഒരു 14 ജില്ല വെച്ച് നോക്കുമ്പോൾ 13 ജില്ലയിൽ നിന്ന് ലോക്കൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ആളുകൾ കാക്കനാടേക്കാണ് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഈ IT ഇൻറ്റേൺഷിപ്പിന് വേണ്ടി, അത്തരത്തിൽ ജോബ്സിന് വേണ്ടി. പിന്നെ എല്ലാ കാറ്റഗറിയിലും വരാറുണ്ട്. സിനിമ ആഗ്രഹിച്ച് വരാറുണ്ട്. അതോടൊപ്പം യൂബർ ഓടിക്കാൻ വരാറുണ്ട്, സ്വിഗ്ഗി വരാറുണ്ട്. അപ്പോൾ ഡെയിലി മൈഗ്രേഷൻ ഒത്തിരി വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കാക്കനാട് ഇസ് എ റൈറ്റ് പ്ലേസ് നമുക്കിപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാക്കനാട് തന്നെ സജസ്റ്റ് ചെയ്തതും. അങ്ങനെ ഒരു ലൊക്കേഷനും കിട്ടി, നല്ലൊരു കോർ തീമും കിട്ടി. അതാണ് ഐഡൻറ്റിറ്റി അർബൻ വില്ലേജ്. സോ ആസ് യു സെഡ്, നമ്മളൊരു 46 വില്ലാസ് വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. സോ ഒരു വെൽനെസ് കമ്മ്യൂണിറ്റിയാണ്, ഫോറസ്റ്റ് തീംഡ്. അതായത് കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ. സോ മെയിൻ നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത് നമ്മൾ എല്ലാ വില്ലയിലും ജക്കൂസിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ലൈക്ക് പീപ്പിൾ
നമുക്ക് കുറേ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് എന്താണ് മെയിനായിട്ട്, ഇതല്ലാണ്ട് ലൈക്ക് ആൾക്കാർ എന്താണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻഡ് യൂസേഴ്സ് ആണോ കൂടുതൽ ആൾക്കാർ നോക്കുന്നത്, അതോ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് എന്നാണോ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പൈസ മുടക്കുന്നത്? രണ്ട് ടൈപ്പ് ഓഫ് ആളുകളും ഇത് യൂസ് ചെയ്യാറുണ്ട് കംപ്ലീറ്റ്ലി. നമ്മൾ കേരളാസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു ഫോറസ്റ്റ് അല്ല ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാക്സിമം ട്രീസ് അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരു 400 to 500 ട്രീസാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. പിന്നെ നമ്മൾ ഏകദേശം റോഡിനും കോമൺ ഏരിയാസ് എല്ലാം കൂടി ചേർത്ത് 1.5 acres ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഒരു 6000 square feet ക്ലബ് ഹൗസാണ് വരുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്രോപ്പിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രീസിനും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പ്രോജക്റ്റ് വേണം എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രോപ്പിക്കൽ, കേരളാസ് ഫസ്റ്റ് ട്രോപ്പിക്കൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. കേരളാസ് ഫസ്റ്റ് ട്രോപ്പിക്കൽ ജഗൂസിയാണ്. ജഗൂസി കൊടുക്കുന്നത് വെൽനസിൻ്റെ ഒരു ബേസ് ഇതാണ്. നമ്മൾ 3 ഫ്ലോറാണുള്ളത്. അതിനകത്ത് 3rd ഫ്ലോറിൽ കംപ്ലീറ്റ്ലി വെൽനസ് ഫ്ലോറാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ജോബാണ്, സ്ട്രെസ്സുള്ളൊരു ജോബാണ്. IT എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നു, ഹെവി പ്രഷർ ഉണ്ട്, ധാരാളം ആളുകൾക്ക് പല സെക്ടറിലും സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഇത് റിലീസ് ചെയ്യണമെങ്കിൽ വെൽനസ്സും കൂടി കൊളാബ് ചെയ്യുന്ന ഒരു ഹോം നമുക്ക് വേണം. അതുകൊണ്ടാണ് ജഗൂസിലൊക്കെ എത്തിയത്. അപ്പം ഈ ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, ഫോറസ്റ്റ് തീം, ഈ ജഗൂസി, ഇത് 3ഉം ആളുകളെ ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രഷർ ടു പീസ് എന്നുള്ള ഒരു വിഷൻ ഓറിയൻറ്റഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ആളുകളുടെ പ്രഷറുള്ള ലൈഫിൽ നിന്ന് പീസ് ഓറിയൻറ്റഡ് ലൈഫിലേക്ക് എത്തിക്കുന്ന ഒരു ഹോം. അതിലാണ് നമ്മൾ ഇതിനെ കേരളാസ് ഫസ്റ്റ് ട്രോപ്പിക്കൽ ജഗൂസി വില്ല എന്നിട്ട്, ഫോറസ്റ്റ് തീം ട്രോപ്പിക്കൽ ജഗൂസി വില്ല എന്ന് അത് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്ത് ക്യാമ്പയിൻ ചെയ്ത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ലെവലുള്ള ആളുകളുണ്ട്, അതല്ലാതെ താമസിക്കാൻ വേണ്ടുന്ന ആളുകളുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ലെവലിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാക്കനാട് ഒരു വില്ല ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വില്ല വിത്തിൻ ഒരു 5 years ഈ വില്ലയ്ക്ക് ഡബിൾ ആവും. മനസ്സിലായി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു 2.5 CR ഒരു വില്ല നമുക്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിത്തിൻ ഒരു 5 years അത് 5 CR ആവും. കാരണം അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻറ്റേർണൽ വാല്യൂഷനും എക്സ്റ്റേണൽ വാല്യൂഷനോട് നടക്കുന്നുണ്ട്. പിന്നെ ഓരോ എൻ്റെ യൂസറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഒരു 3000 square feet ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 bedroom കൂടാതെ ഓഫീസ് റൂം, അതോടൊപ്പം തന്നെ വെൽനസ് ഫ്ലോർ, തിയേറ്റർ, ഹോം തിയേറ്റർ, ജഗൂസി ഏരിയ, റൂഫ് ടോപ്പ് ഗാർഡൻ, ഗസീബോ, എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും പുറത്തായാലും ശരി, ക്ലബ് ഹൗസ്, 6000 square feet ക്ലബ് ഹൗസ്, ബാഡ്മിൻ്റൺ കോർട്ട്, ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 ടൈപ്പ് ഓഫ് യൂസേഴ്സിനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ സാർ പറഞ്ഞ പോലെ ലൈക്ക് ഇൻഫോപാർക്കിലെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെസ് കൂടുതലും അനുഭവപ്പെടുന്ന ആൾക്കാരാണ്. കൂടാതെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കും കൂടുതൽ കിഡ്സ് പ്ലേ ഏരിയ അതും കൂടി കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ആൾക്കാർ കൂടുതലും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ കൂടുതലും ഫോൺ യൂസിങ് അങ്ങനത്തെ ഒരു ഇതിലേക്കാണ്, ആക്ടിവിറ്റിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് ഒരു അമ്യൂണിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ അവരേക്ക് അവർക്കും കൂടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണ്? അതെ. ഇപ്പം നമ്മളിപ്പം ഈ കൊച്ചിയിൽ കൂടുതൽ ഫ്ലാറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടല്ലോ, ഫ്ലാറ്റ്സ് ഉണ്ട്. എന്നാലും ഡിമാൻഡ് അനുസരിച്ചുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ് നമ്മളൊരു ലൊക്കേഷനിലേക്ക് നോക്കുമ്പോൾ. മനസ്സിലായി? ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന, ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. മേജർ ബിൽഡേഴ്സിൻ്റെയൊക്കെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ വില്ലയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ആളുകളുടെ ലൈഫ്, ആ കുട്ടികളുടെ ലൈഫ് മിസ്സാവുകയാണ്. മനസ്സിലായില്ലേ? അവർ ഈ പ്രകൃതിയെ ടച്ച് ചെയ്യാതാണ് അവർ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാവിലെ ഫ്ലാറ്റിൽ നിന്ന് നേരെ സ്കൂൾ ബസ്സിൽ കയറുന്നു, സ്കൂളിലേക്ക് പോകുന്നു, നേരെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഫോൺ മാത്രമാണ് ഇവരുടെ ആകെ, ഗെയിമിങ്ങും ഫോണും മാത്രമാണ് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ വീട്ടിൽ എല്ലാ ഏരിയാസിലും അതായത് അവരുടെ ബെഡ്റൂമിനോട് ചേർന്ന് പാറ്റിയോ സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈനിങ്ങിനോട് ചേർന്ന് പാറ്റിയോ സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈവൻ നമ്മുടെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ 4 bedroomനായാലും 5 bedroomനായാലും 5 ബാത്റൂം ഉണ്ടെങ്കിൽ 5 ബാത്റൂമും ലാൻഡ്സ്കേപ്പ് കണക്റ്റഡ് ആണ്. ഒരു ബാലി സ്റ്റൈല് നമ്മൾ ഒന്നുകിൽ സ്കൈ വ്യൂ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അത്രമാത്രം നേച്ചറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഹോമിലേക്ക്. പിന്നെ നമ്മൾ റൂഫ് ടോപ്പ് ഗാർഡന്, റൂഫ് ടോപ്പ് മെഡിറ്റേഷൻ ഏരിയ, റൂഫ് ടോപ്പ് വെൽനസ്, റൂഫ് ടോപ്പ് ഗസീബോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് റൂഫ് ടോപ്പിൽ തന്നെ. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് അവരുടെ എല്ലാ മേഖലയിലും, അവരുടെ കുട്ടികൾക്കാണെങ്കിലും ശരി, പേരൻസിനാണെങ്കിലും ശരി, അവരുടെ ലൈഫിനെ, ഇമോഷനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാക്കിയാണ് നമ്മളിതിനെ മാറ്റിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. രണ്ടാമത്തെ കേസ്, അവരൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവർക്കാണെങ്കിൽ ഫുട്ബോൾ ടർഫുണ്ട്, ഒരു മിനി ടർഫ്, ഒരു ചെറിയൊരു മിനി ടർഫ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിമ്മുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മുണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഓപ്പൺ ജിമ്മുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഇപ്പം എല്ലാവരും റിവേഴ്സ് ഏജിങ്ങിൻ്റെ പാത്തിലേക്കാണല്ലോ. അപ്പോൾ മൈൻഡും കൂടി നോക്കിക്കൊണ്ട് നമ്മൾ റിജുനേഷൻ പാത്ത്, അതോടൊപ്പം തന്നെ നമുക്ക് യോഗ ഏരിയ, അതോടൊപ്പം നല്ല ഫോറസ്റ്റ് വ്യൂ ഉള്ള ഏരിയ, ഒരു മിയോവാക്കി ഫോറസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ അതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ക്ലബ് ഹൗസ് ആണ് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്കുപരി ഒരു നേച്ചർ ഓറിയൻറ്റഡ് ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഒരു നല്ല ഹാപ്പിനെസ് ഒരു വീട്ടിൽ സംഭാവന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബെറ്റർ ചോയ്സാണ് ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം. സാറ് പറഞ്ഞ പോലെ ലൈക്ക് ഒരു ബാലി സ്റ്റൈൽ അല്ലെങ്കിൽ റിസോർട്ട് സ്റ്റൈലാണ് നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാണ്, ലൈക്ക് യൂറോപ്പ് അല്ലെങ്കിൽ UK അങ്ങനെ കുറേ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ. സോ ചിലവരൊന്നും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ആൾക്കാർ കൂടുതലും NRIs ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ബൈ ചെയ്തതാണ്. പക്ഷേ കുറേ പേരെ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നെയ്ബേഴ്സിനെ കിട്ടുമെന്നാണ്. കാരണം ചിലവർ മേടിച്ചിട്ട് ജസ്റ്റ് ഒരു മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് വല്ല ഇയർലിയൊക്കെ പോവും. അപ്പോൾ അങ്ങനത്തെ വല്ല കൺസേൺസ് ഉണ്ടോ, അതോ കൂടുതലും ബിസിനസ് ആൾക്കാരാണോ, ഇവിടുത്തെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണോ കൂടുതലും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. ഈ മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സമയത്ത് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. പണ്ട് ഈ ദുബായ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒത്തിരി ആളുകൾ ദുബായിലേക്ക് പോയി ജോലി ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് താമസിച്ച് ദുബായ് കെട്ടിപ്പടർത്തി. അത് ഇന്ത്യക്ക് ഗുണമായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിന് ഭയങ്കര ഗുണമായിരുന്നു. ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുടെ അഭാവം ഉണ്ടായിരുന്നു കേരളത്തിൽ കംപ്ലീറ്റ്ലി. അതായത് ജോബ് കിട്ടുന്ന കറക്റ്റ് കോഴ്സുകളില്ലായിരുന്നു. ഈ കോഴ്സുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോബ് ചെയ്യുന്ന ഒരു തലമുറയാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ സ്ഥലമായിട്ട് US UK ഒക്കെ വന്നിരുന്നു കംപ്ലീറ്റ്ലി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല കോഴ്സ് ഉണ്ട്, ജോബുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഇന്ത്യ വിട്ടു. പക്ഷേ എങ്കിലും ഇന്ത്യക്ക് ഇന്ത്യതായ ഒരു ഡിമാൻഡ് ഉണ്ട്. കുറേ ആളുകൾ ഇവിടെ ഇന്ത്യ തിരിച്ചു വരുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഇപ്പം ഒത്തിരി ആളുകൾ US ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ, ഇപ്പം ചങ്ങനാശ്ശേരി, കോട്ടയം, തിരുവല്ല ഈ ഏരിയയിൽ നിന്നൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ആളുകളൊക്കെ കൊച്ചിയിൽ പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട്. കാരണം എപ്പോഴും അവരുടെ ഒരു ഹോം ലാൻഡ് എന്ന് പറയുന്ന സാധനം അത് കേരളം തന്നെയാണ്. അത് അവിടെ തന്നെ അവിടുത്തെ അവിടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. US UK എല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലൊരു ഡിമാൻഡ് ഉണ്ട്. കൊച്ചി ബേസ് ചെയ്തൊരു ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട് നമ്മളില്ല. അപ്പോൾ ഈ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, എന്നാലും ഹോം ടൗൺ അതിൻ്റെതായ ഒരു ഹോം കോളിംഗ് ഉണ്ടല്ലോ എല്ലാവർക്കും, ഏത് സ്ഥലത്ത് പോയാലും. അത് അങ്ങനെ ഒരു ഹോം കോളിംഗ് ഉണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി. കൂടുതൽ ആൾക്കാർ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണത്. കാരണം നമുക്ക് നെയ്ബേഴ്സിനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീടടച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നെയ്ബേഴ്സിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഈ വീടടച്ചിട്ടിരിക്കുന്നതൊക്കെ ഈ പറയുന്ന ചങ്ങനാശ്ശേരി, തിരുവല്ല ഏരിയയിലൊക്കെ ഒത്തിരി ആളുകൾ വീടടച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊച്ചിയിലെങ്ങും അങ്ങനെ ഒരു സാധനമില്ല. കൊച്ചിയിൽ എല്ലായിടത്തും പാക്ഡാണ്. കൊച്ചിയിൽ എല്ലായിടത്തും വീട് കിട്ടാനില്ല, മനസ്സിലായി, റെൻറ്റിനും ഇതിനൊന്നും വീട് കിട്ടാനില്ല. അത്രമാത്രം ആളുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിയിൽ ആയിട്ടില്ല അല്ലേ. അത് ഗവൺമെൻറ്റും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയുള്ള ബഡ്ജറ്റാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് ദുബായ് ഡെവലപ്പ് ചെയ്തത് എന്ന് പറഞ്ഞത് ഏവിയേഷൻ അല്ലെങ്കിൽ സീസൈഡൊക്കെ ഡെവലപ്പ് ചെയ്തത്, മനസ്സിലായില്ലേ. എയർപോർട്ടും സീപോർട്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ്. അതേ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വരാൻ പോകുന്നത്, അതേ സെയിം സ്ട്രാറ്റജി. അങ്ങനെ ഒരു സ്ട്രാറ്റജി വരുമ്പം ഈ ഷിപ്പിൻ്റെ മാനുഫാക്ചറിങ് തൊട്ട് ഷിപ്പിങ്ങിൻ്റെ മെയിൻ്റെനൻസ് വരെയുള്ള എല്ലാത്തിൻ്റെയും ഒരു ഹെഡായി കൊച്ചി വർക്ക് ചെയ്യും, മനസ്സിലായില്ലേ. ഇപ്പം അത് ഓൾറെഡി ഷിപ്പിൻ്റെ മാനുഫാക്ചർ, ഇപ്പോൾ മെട്രോ, ഇപ്പം വാട്ടർ മെട്രോയുടെ മാനുഫാക്ചറിങ് ഒക്കെ തന്നെ ഇവിടെ തന്നെയാണല്ലോ നടക്കുന്നത് കംപ്ലീറ്റ്ലി. അപ്പോൾ അത്തരത്തിലൊരു റൂട്ട് വന്നാൽ നമുക്ക് ടൂറിസവും വളരും, അതിനനുസരിച്ച് റിയൽ എസ്റ്റേറ്റും വളരും. ഇത്രയും പ്രകൃതിയോടൊപ്പം നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ലോകത്തെങ്ങും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ. പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സാധ്യത വരുന്നേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഒരു സാധ്യത വരും. പിന്നെ ഫിലിം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫിലിം സിറ്റി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഫിലിം സിറ്റി ഒരു വ്യവസായമാക്കി മാറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയ സാധ്യതയാണ്. ഇതൊക്കെ കൊച്ചിയുടെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം നാഷണൽ ഹൈവേ, എട്ടൂർ പോകുന്നിട്ട് നാഷണൽ ഹൈവേ, ഈ നാഷണൽ ഹൈവേയുടെ ഏകദേശം എനിക്കൊരു 70% വർക്കും കഴിയാറായിട്ടുണ്ട്. ഇത് ഓപ്പൺ ആവുന്നതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും
വളരെ ഈസി ആയിട്ട് എത്താനും അതിനനുസരിച്ച് ടൂറിസ്റ്റ് മേഖലയിൽ എത്താനും സാധിക്കും. പിന്നെ രണ്ടാമത്തെ വേറൊരു കേസ് മനസ്സിലാക്കേണ്ടതും ഇപ്പം മൺസൂൺ ടൂറിസത്തിൻ്റെ കാലം. ഈ മൺസൂൺ ടൂറിസവുമായി ബന്ധപ്പെട്ട് GCC കൺട്രീസിലുള്ള സകലമാന ആളുകളും GCC ധാരാളം ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട്. അറബ്സ് മനസ്സിലായില്ലേ, കംപ്ലൈൻറ്റ് അവർ കൊച്ചിയിലാണ് വരുന്നത്. കേരളത്തിൽ വേറെ എങ്ങനെ, കൊച്ചിയിൽ നിന്നാണ് നേരെ വയനാട് പോകുന്നത്, കൊച്ചി വന്നിട്ടാണ് മൂന്നാർ പോകുന്നത്, കൊച്ചി വന്നിട്ടാണ് ആലപ്പുഴയിൽ പോകുന്നത്. ഇവർ ഫസ്റ്റ് ദിവസവും ലാസ്റ്റ് ദിവസവും സ്റ്റേ ചെയ്യുന്നത് കൊച്ചിയിലാണ്. മനസ്സിലായില്ലേ, വയനാട് നിന്നൊക്കെ പോയി ധാരാളം സ്പൈസസ് ഒക്കെ മേടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം അത്രയും പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാം. അതോടൊപ്പം തന്നെ കൊച്ചിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ ടൂറിസം. മനസ്സിലായി, മെഡിക്കലും ആയുർവേദവും കൂടി ചേർന്നുള്ളൊരു ടൂറിസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലേസ് കൊച്ചിയാണ്. ഇത്രയും ഹോസ്പിറ്റൽ, ഇത്രയും ആയുർവേദത്തിൻ്റെ എക്സ്പീരിയൻസ് ഇത് ക്ലബ് ചെയ്തൊരു ടൂറിസം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ കൊച്ചിയുടെ പൊട്ടൻഷ്യൽ എന്താ, ബീച്ച് സൈഡും ബാക്ക് വാട്ടറീസും ഉണ്ട്. മനസ്സിലായില്ലേ, അത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് വരുന്ന വാല്യുവേഷൻ എങ്ങനെ, ഒരു ക്യാപിറ്റൽ സിറ്റി, കേരളത്തിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റിയായി കൊച്ചി മാറും. ഇപ്പം തന്നെ ഈ ഇന്ത്യയുടെ നാഷണൽ ഗ്രോത്തിൻ്റെ ഒരു 4% GST ഗ്രോത്ത് കൊടുക്കുന്നത് കൊച്ചിയാണ്, കേരളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കൊച്ചിയാണ്. അത് കൂടിയാൽ തന്നെ കേരളത്തിൻ്റെ ലെവൽ വേറെ ലെവലിലേക്ക് മാറും. സോ നമ്മുടെ ഈ പ്രൊജക്ട് മെയിൻലി നല്ല ഫോക്കസ് ചെയ്യുന്ന എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും രണ്ടുപേർക്കും നല്ല രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കോർ എന്ന രീതിയിൽ ഒരു എൻഡ് യൂസറിനെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും പറയണമെങ്കിൽ നോക്കണ്ട, ബിക്കോസ് ഒരു നല്ല പ്രോപ്പർട്ടി ഉണ്ട്, ഫോറസ്റ്റ് തീംഡ് ആണ്. ബട്ട് മറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിക്കുമ്പോൾ വാട്ട് ഈസ് ദെയർ റിട്ടേൺസ്, അല്ലെങ്കിൽ ലൈക്ക് നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചു, നമ്മളൊരു 5 വർഷം 6 വർഷം വെയിറ്റ് ചെയ്ത് അപ്രിസിയേഷനായി അത് വിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രോഫിറ്റ് അല്ലാണ്ട് നമുക്ക് ലൈക്ക് ഈസ് ദെയർ എനി ഡെയിലി റെന്റൽ ഇൻകംസ് ലൈക്ക് Airbnb ഓപ്ഷൻ ഇട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് റെന്റൽ ഇൻകം റിട്ടേൺസ്. സോ ഇങ്ങനെ ഒരു കൺസേൺസ് ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ആസ് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു വാല്യൂ ഒരു 2.5 CR, ഇത്രയും ഒരു പൈസ മുടക്കി ഒരാൾ മേടിക്കുമ്പോൾ അവർ ഒബ്വിയസ്ലി ചിന്തിക്കുന്നത് എന്താണ് റിട്ടേൺസ്, നമുക്ക് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർ ടു ഇയർ വാട്ട് ഈസ് ദ റിട്ടേൺസ് ദേ ആർ ഗെറ്റിംഗ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്, ലൈക്ക് ഈസ് ദെയർ എനി ഗുഡ് റിട്ടേൺസ്? ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റർ എപ്പോഴും ചിന്തിക്കേണ്ടത് ഡെവലപ്ഡ് ആയി കിടക്കുന്ന ലാൻഡിലുപരി ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള ലാൻഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, കംപ്ലീറ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ടയർ 1 സിറ്റീസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഹൈദരാബാദ്, ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, പൂനെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ടയർ 1 സിറ്റീസ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ഇവിടെയൊക്കെ ഓരോ സ്ക്വയർ ഫീറ്റ് റേറ്റാണ്, മനസ്സിലായില്ലേ. നമ്മൾ കേരളത്തിൽ ഭൂമി മേടിക്കുന്നതിൻ്റെ 4-5 ഇരട്ടി സ്ഥലം കൊടുക്കണം. ഇവിടെ ഒരു വില്ല മേടിക്കണമെങ്കിൽ മിനിമം ഒരു 5 CR, 7 CR, 8 CR to 10 to 20 CR വരെയാണ് ഈ ബാംഗ്ലൂർ ആയാലും ശരി ഹൈദരാബാദ് ആയാലും ഒരു വില്ലയുടെ റേറ്റ് വരുന്നത്. അവിടെ ചെറിയ അപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം 2 CR അല്ലെങ്കിൽ 3 CR ഒക്കെ, ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെൻറ്റ്സിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടയർ 2 സിറ്റിയിലേക്ക് എത്തുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി മറ്റുള്ള ടയർ 1 സിറ്റി അല്ലെങ്കിൽ ടയർ 2 സിറ്റി വെച്ചുമ്പോൾ റേറ്റ് വളരെ കുറവാണ്. കംപ്ലീറ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും റൈറ്റ് ടൈമാണ്. മനസ്സിലായി, ധാരാളം ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ടിങ് ടവർ ഏകദേശം MA യൂസുഫ് അലി പറഞ്ഞത് 2027 ഒക്കെ ആകുമ്പോഴേക്കും 3800 വരുന്ന ജോബ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്, ടിങ് ടവറിൽ മാത്രം. അത് ഇടച്ചിറ പോലുള്ള സ്ഥലത്ത് ടിങ് ടവറിൽ മാത്രം. അപ്പം അങ്ങനെ ധാരാളം കമ്പനികൾ വരുന്നുണ്ട്. UST ഗ്ലോബൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി കമ്പനികൾ, അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് കളമശ്ശേരിയിൽ, പിന്നെ ഇപ്പം പുതിയതായിട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ, ഇതെല്ലാം ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റൈറ്റ് ടൈമാണ്. മനസ്സിലായി, ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം 2020 ഞാൻ കാക്കനാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാക്കനാട് ഒരു 7-8 ലക്ഷം രൂപ പ്രോപ്പർട്ടിക്കൊക്കെ കോസ്റ്റുള്ള സ്ഥലം ഇന്നതൊരു 16 ലക്ഷം രൂപയായി. അപ്പോൾ നേരെ ഇരട്ടിയായിട്ടുണ്ട്. ഇത് ഒരു 40 to 50 lakhs rupees ആവും ഒരു 2029-30 ആകുമ്പോൾ, അത്രമാത്രം കയറും. ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ, നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നേരത്തെ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വരുമ്പോൾ 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ, ഇപ്പോൾ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ സീപോർട്ട് എയർപോർട്ട് റോഡിൽ പ്രോപ്പർട്ടിക്ക് ചോദിക്കുമ്പോൾ. മനസ്സിലായി, എക്സ്പ്രസ് ഹൈവേയിൽ അതേ റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു 3 to 4 years ബാക്കുള്ളതും ഇപ്പോഴത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു 10 lakhs rupees സ്ഥലം മേടിക്കണമെങ്കിൽ നേരെ പള്ളിക്കര ആ റേറ്റിലേക്ക് പോകണം. പള്ളിക്കര, കിഴക്കമ്പലത്തൊക്കെ 8 രൂപ 7 രൂപ ആ റേഞ്ചിലേക്ക് എത്തി. ഈ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് കാക്കനാട് കുതിച്ചുയരുവാണ്. ഒരു 3-4 വർഷം മതി ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പ്രോപ്പർട്ടി കോസ്റ്റ് എത്തും
കാരണം അത്രമാത്രം കാക്കനാടിനെ സെൻട്രലൈസ് ചെയ്താണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഗവൺമെൻറ് തലത്തിൽ ഗ്രേറ്റർ കൊച്ചി എന്നുള്ളൊരു ഒരു 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 പ്ലാനിങ് വന്നാൽ, കാരണം ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൻ്റെയൊക്കെ റേഡിയസ് എടുത്ത് നോക്കിയാൽ ഏകദേശം വലിയ റേഡിയസാണ്. ബാംഗ്ലൂർ സിറ്റിയുടെ റേഡിയസ് വലിയ റേഡിയസാണ്. ഡൽഹി വലിയ റേഡിയസാണ്. മുംബൈ വലിയ റേഡിയസാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ കോർപ്പറേഷനിൽ നിൽക്കുവാണ്. മനസ്സിലായി. ബാക്കിയൊക്കെ നഗരസഭയുടെ കീഴിലാണ്. ഇപ്പോൾ തൃക്കാക്കര നഗരസഭ, കളമശ്ശേരി നഗരസഭ. ഇത് ഗ്രേറ്റർ കൊച്ചിയുടെ അണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ. ഇപ്പോൾ തൃക്കാക്കരയുടെ ഒരു മാലിന്യം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റവും മറ്റേത് നമ്മൾ യോജിച്ചു പോകുന്നില്ല. ഇതൊരു ഗ്രേറ്റർ കൊച്ചിയുടെ അണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രേറ്റർ കൊച്ചി എന്ന് പറയുമ്പോൾ അങ്ങ് മൂവാറ്റുപുഴ വരെ ചിലപ്പോൾ വരും, ഒരു സൈഡ് അങ്കമാലി വരെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാക്കനാടാണ് ഏറ്റവും കൊച്ചിയുടെ ഏറ്റവും സെൻട്രൽ പ്ലേസ്. അപ്പോൾ കാക്കനാടിൻ്റെ വില എത്ര ആയിത്തീരും? ഒരു 2030 കാക്കനാട് ഒരു സെൻറ്റ് ഭൂമിക്ക് ഒരു 60-70 ലക്ഷം രൂപ വില വരും. കാക്കനാട് ടൗണിനകത്ത് ഇടച്ചിറയിലൊക്കെ ഒരു 45-50 ലക്ഷം രൂപ വരും. ഇതിനൊരു 1 ഇയറിനുള്ളിൽ തന്നെ ആവും. 1 ഇയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ ഇപ്പോൾ ലൈവായി തുടങ്ങുകയാണല്ലോ. ഇതിനൊരു വർഷത്തിനകം തന്നെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം ഒരു റൈറ്റ് ടൈമാണ് ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ പ്രോപ്പർട്ടി എന്നല്ല, ഏത് പ്രോപ്പർട്ടിയിലായാലും കാക്കനാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും റൈറ്റ് ടൈം അതിപ്പോഴാണ്. മനസ്സിലല്ലേ. അത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതിനകത്താണെങ്കിലും വസ്തു. പിന്നെ കാക്കനാട് എന്ന് പറയുന്ന പ്ലേസ് കേരളത്തിലെ ഏറ്റവും കുതിച്ചുയരുന്ന ഒരു പ്ലേസായി മാറിക്കൊണ്ടിരിക്കുക കാക്കനാട്. കൊച്ചിയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അത് NRI സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡബിളോ ത്രിബിളോ ആവും വിത്തിൻ ഒരു 3 to 4 years. അതെങ്ങും കിട്ടില്ല, വേറെ എങ്ങും കിട്ടില്ല അതിൻ്റെ ഒരു ഗുണം. സോ കൊച്ചിയുടെ മെയിനായിട്ട് ആൾക്കാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കനാട് ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ആൾക്കാർക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ട്രാഫിക്. കാരണം ഇൻഫോ പാർക്കും ഇപ്പോൾ മെട്രോയും കൂടി വരുമ്പോഴത്തേക്ക് എന്തായാലും ട്രാഫിക് കൺജഷൻ കൂടും. സോ ആ ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് ഇനി എന്താണ് സാധ്യത? ലൈക്ക് എക്സ്പാൻഷൻ ഓഫ് റോഡ്സ്, വാട്ട് ആർ ദി ഇനി വരാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ കാക്കനാട് നല്ല പൊതുവേ കേരളത്തിൽ നല്ല മറ്റുള്ള എല്ലാ സിറ്റിയിലും ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇത് നേരത്തെ പ്ലാൻ ചെയ്യാത്തതിൻ്റെ പല കാരണങ്ങളാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി അതിന് വലിയൊരു പരിഹാരം ഉണ്ടാകും. നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി വലിയ യാത്രയ്ക്കുള്ള ഒരു പരിഹാരം ഉണ്ടാകും. പിന്നെ കാക്കനാടിനെയും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കാക്കനാട് IMG ജംഗ്ഷൻ മുതൽ നമ്മുടെ മഞ്ചേരിക്കുഴി വരെ, ഇടച്ചിറ മഞ്ചേരിക്കുഴി വരെ 4 വരി പാതയാക്കാനുള്ള എല്ലാ പെർമിഷനും ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അതിപ്പം അതിൻ്റെ എല്ലാ അപ്രൂവൽസും നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് അന്വേഷിച്ചപ്പോഴും അതിനുള്ള സാധ്യത ആയിട്ടുണ്ട്. കാരണം ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചറാണ് കാക്കനാട് വരുന്നത്. ഈ ഒരു ട്രാഫിക്കും ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ടിങ് ടവറിലേക്കുള്ള ആക്സസ് ധാരാളം ഇത്രയും ആളുകൾ വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വാട്ടർ മെട്രോ കണക്ടിവിറ്റി ഇപ്പം സെസ്സിൻ്റെ അവിടെ വരെ ഉണ്ട്. അത് ഇൻഫോ പാർക്കിൻ്റെ അവിടെ വരെ വാട്ടർ മെട്രോ കണക്ടിവിറ്റി വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മെട്രോ റെയിൽ. അപ്പോൾ ഈ 3 ഗതാഗതവും ഒരു സംഗമ ഭൂമിയായി കാക്കനാട് ഇൻഫോ പാർക്ക് മാറും. മനസ്സിലായില്ലേ. ജലഗതാഗതം, വാട്ടർ മെട്രോ, അതോടൊപ്പം തന്നെ റോഡ്, ഈ 3 ഗതാഗതവും കാക്കനാട് ഒരു സെൻട്രലൈസ്ഡ് ഏരിയ ആയിട്ട് മാറും. അത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വിത്തിൻ ഒരു 1 ഇയറിനുള്ളിൽ ഉണ്ടാകും. അതിനുള്ള എല്ലാ നടപടികളും പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മെട്രോയുടെ വർക്ക് ഏകദേശം ഒരു 70 to 80% ആയി കാണും. കാരണം എനിക്ക് തോന്നുന്നു പാലാരിവട്ടം തൊട്ട് ഇൻഫോ പാർക്ക് വരെ നോക്കുമ്പോൾ അതിൻ്റെ ഒരുമാതിരിപ്പെട്ട വർക്കൊക്കെ തീരാറായി കംപ്ലീറ്റ്ലി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ വരും. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു കൊച്ചിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു വെൽനസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് തീംഡ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ മലയാളികൾ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും മലയാളികൾ കൂടുതൽ ചോദിക്കുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ആ ഒരു ക്വാളിറ്റി ഇവിടെ കിട്ടുമോ? ലൈക്ക് ആൾക്കാർ കൂടുതലും മലയാളികൾ ശരിക്കും പറയണമെങ്കിൽ ലോകത്തെല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ആ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കും. സോ നമ്മുടെ ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, ലൈക്ക് അറ്റ് വാട്ട് സ്റ്റേജ് ആർ വി നൗ? പിന്നെ നമ്മൾ ടോട്ടലി 46 വില്ലാസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ എത്ര വില്ലാസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്? സോ അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെൽനെസ്സിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്യൂച്ചർ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വെൽനെസ് ഓറിയൻറ്റഡ് റിയൽ എസ്റ്റേറ്റ് ആണ്. മനസ്സിലായി. ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ഈ ആളുകളുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. മനസ്സിലായി. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഹെൽത്തി ആയി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ റിച്ച്നെസ്സിനെ കുറിച്ച് ആളുകളുടെ ഒരു റിച്ച്നെസ്സിനെ കുറിച്ചുള്ള ചിന്തയും ഇപ്പോഴത്തെ റിച്ച്നെസ്സിനെ കുറിച്ചുള്ള ചിന്തയും വ്യത്യാസം വന്നിരിക്കുന്നു. ഇപ്പോൾ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ നല്ല റിവേഴ്സ് ഏജിങ് ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലേക്ക് മാറി.
അപ്പം നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി സോൾവ് ചെയ്യാത്ത ഒരു കാര്യം, വെൽനസ് ഇൻറ്റഗ്രേറ്റഡ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി സോൾവ് ചെയ്തിട്ടില്ല. 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്തത്. ഇനിയുള്ള ഇൻഡസ്ട്രിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടതും അത് തന്നെയാണ്, വെൽനസ് ക്ലബ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഐഡൻറ്റിറ്റിയുടെ കോർ തീം. ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് മനസ്സിലായത്. നമ്മൾ റെഡ് ബ്രിക്സിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. ഒരു നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഫുള്ള് കോളം ബീമിൽ ഫില്ല് ചെയ്യുന്നത് റെഡ് ബ്രിക്സിലാണ് കംപ്ലീറ്റ്ലി. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എങ്ങനെ പണിയുന്നു അതിനനുസരിച്ച് ഒരു 100 ഇയേഴ്സ് വരെ നിൽക്കത്തക്ക തരത്തിലേക്ക് ആണ് നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ്, കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റൂഫ് ടോപ്പിലും ബാത്റൂമിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെറ അപ്രൂവ്ഡ് പ്രോജക്റ്റാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ എല്ലാ അപ്രൂവൽസും ഉള്ളൊരു പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ തന്നെ മേജർ ബാങ്ക്സ് ആയിട്ടുള്ള SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് അടക്കം ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻവെസ്റ്റേഴ്സിനുള്ള ധൈര്യം. ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയറായി. ഈ ലോഞ്ച് ചെയ്തിട്ട് 1 ഇയറിനുള്ളിൽ ഞങ്ങൾക്ക് 50% ഞങ്ങൾക്ക് സോൾഡ് ഔട്ടായി. 46 വില്ലയിൽ 26 വില്ലാസ് നമ്മൾ സോൾഡ് ഔട്ടായി കംപ്ലീറ്റ്. 50% മേളിൽ സോൾഡ് ഔട്ടായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളൊരു ജേണി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലബ് ഹൗസിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി തീരാറായിട്ടുണ്ട്. ഒരു 20% കൂടി കാണും. 3rd ഫ്ലോറിന് വർക്ക് നടക്കുന്നു. പിന്നെ ഇതിൻ്റെ ഡ്രെയിനേജ്, ഫ്രണ്ട് ഗേറ്റ്, അത്തരത്തിലുള്ള ഫ്ലോർ ഡിവിഷൻ ഇതെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 10-14ഓളം വില്ല കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് നടക്കുന്നു. ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ഈ മാസം അടുത്ത മാസവും തുടങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പം ട്രീസൊക്കെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ അമ്യൂണിറ്റീസിലൊക്കെ കടന്നു. ഒരു 2026 ഡിസംബറോടുകൂടി, ഈ വർഷം ഡിസംബറോടുകൂടി നമ്മൾ അമ്യൂണിറ്റീസൊക്കെ കംപ്ലീറ്റ്ലി പൂർത്തീകരിക്കും. 2027 ലാസ്റ്റോടുകൂടി ഞങ്ങൾ താക്കോൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവരും കൂടി ചേർന്നാണ് നമ്മുടെ കല്ലിടിയിൽ മുതൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോ സ്റ്റേജ് വൈസ് റിപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ വരുമ്പോഴുള്ള റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ക്യൂറിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള കസ്റ്റമേഴ്സൊക്കെ വളരെ ഹാപ്പിയാണ്, നല്ല കസ്റ്റമേഴ്സാണ്, നല്ല കമ്മ്യൂണിറ്റിയാണ് ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ മെയിനായിട്ട് റെഡിമെയ്ഡ് എന്ന കോൺസെപ്റ്റ് അല്ലാണ്ട് ലൈക്ക് ആൾക്കാർക്ക് ഒരു പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നിട്ട് ബുക്ക് ചെയ്ത് എന്നിട്ട് രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ. അതെ, യഥാർത്ഥത്തിൽ ഈ റെഡി ടു മൂവിനുള്ള ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡിസിഷനാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നെ നിന്നാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി. കാരണം അവർ തന്നെ അതിൻ്റെ ഒരു ഇനിഷ്യലി പ്ലാനിനകത്ത് അവർക്കൊരു കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇപ്പം ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവർക്ക് ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ ചിലർക്ക് ഓഫീസ് വർക്ക് കാണില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു ബേസിക് കസ്റ്റമൈസേഷനും കൂടെ അവർക്ക് കിട്ടും ഇപ്പം വരുന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് പോസിബിളാണ്. നമ്മുടെ എലിവേഷൻ ചേഞ്ച് ചെയ്യാത്ത എല്ലാ കസ്റ്റമൈസേഷനും നമ്മൾ ഓക്കെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസേഷന് വേണ്ടി നമ്മൾ ആർക്കിടെക്ട്സുമായിട്ടിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയറിൻ്റെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ ഇൻറ്റീരിയറിനനുസരിച്ചുള്ള ലൈറ്റിങ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡിസ്കഷൻ ഉണ്ട് കംപ്ലീറ്റ്ലി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബേസിക് അവർക്ക് തന്നെ അവർക്കും അവരുടെ കുടുംബത്തോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ജേണിക്കൊപ്പം തന്നെ അവർ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് ഇതിൻ്റെ സ്റ്റോൺ ലൈനിങ് തൊട്ട് കംപ്ലീറ്റ് സ്റ്റേജ് വൈസ് നമ്മളെല്ലാ റിപ്പോർട്ടും അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ക്യൂറിങ്ങിൻ്റെയും ഓരോ കാര്യങ്ങളും സ്റ്റേജ് വൈസുള്ള റിപ്പോർട്ട്സുകൾ അവർക്ക് ഏത് ലോകത്തിരുന്നാലും അവർക്ക് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളോടൊപ്പം നിന്ന് പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്. മറ്റേതെന്ന് വെച്ച് കഴിയുമ്പോൾ റെഡി ടു മൂവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു ഭംഗിയാണല്ലോ, ഇന്ത്യയിലൊക്കെ കാണുന്ന ഭംഗി. ഇത് നമ്മളതിനകത്ത് വിശ്വസിക്കുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി തിരിച്ചറിഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബെസ്റ്റ് ടൈമാണ്. ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി ഈ പറയുന്ന ഒരു കസ്റ്റമൈസേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വന്നവരെല്ലാം നല്ല ഹാപ്പിയാണ്. നമ്മൾ അങ്ങനെ ഒരു യുണീക്കായിട്ടൊരു തീമാണ് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ നമ്മുടെ പ്രൊജക്റ്റായ അർബൻ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു വില്ല കമ്മ്യൂണിറ്റി ശരിക്കും കംപ്ലീറ്റ് ഓവറോൾ കംപ്ലീഷൻ എന്നത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ചൂസ് ചെയ്യുന്ന വരുന്ന ആൾക്കാർക്ക് എന്തൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, ഇത് കംപ്ലീഷൻ നമ്മൾ പ്രോജക്റ്റ് കംപ്ലീഷൻ നമ്മൾ 2027 നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ റെറയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2028 ആണ്, മനസ്സിലായി. ബാങ്കിനും എല്ലാം കൊടുത്ത് 2028. പക്ഷേ നമ്മൾ 2027 ഇത് ഡെലിവറി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ
ഭാഗത്ത് നോക്കുമ്പോൾ അമ്യൂണിറ്റീസിൻ്റെ വർക്കിലൊക്കെ നമ്മൾ 2026 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇത് വാങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല റെസ്പോൺസാണ്. ഈ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇതൊരു വൺ ഓഫ് ദി യുണീക്ക് പ്രോജക്റ്റ് ആയിരിക്കും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. യുണീക്ക് പ്രോജക്റ്റ് കാരണം ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് സജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളുടെ പഠനം, ഈ പഠനം നിയറസ്റ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ ആക്സസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ സ്കൂളുകൾ 3-4 സ്കൂളുകളുണ്ട്. മുത്തൂറ്റിൻ്റെ ജെംസ് ഇൻ്റർനാഷണൽ, അല്ലെ മുത്തൂറ്റിൻ്റെ സംസ്കാര, പിന്നെ ജെംസ് ഇൻ്റർനാഷണൽ ഉണ്ട്, ധാരാളം സ്കൂളുണ്ട്. തൊട്ടടുത്ത് തന്നെ മർത്തോമ സ്കൂളുണ്ട്, ഇന്ത്യൻ പബ്ലിക് സ്കൂളുണ്ട്. ഇതൊക്കെ ഒരു 100 മീറ്റർ അടുത്തുള്ളതാണ്. മറ്റേതൊക്കെ വരുമ്പോൾ ഒരു 800 മീറ്റർ അടുത്ത് സ്കൂളുണ്ട്. രാവിലെ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരെയൊക്കെ ആണെങ്കിൽ രാവിലെ 7 മണിക്ക് കുട്ടികൾ റെഡി ആവണം. റെഡി ആയിട്ട് 7 മണിക്ക് ബസ്സിൽ കയറി 2 മണിക്കൂറോളം കൊച്ചിയിലെ ട്രാഫിക്കിനകത്ത് സ്കൂളിൽ പോകുന്നൊരവസ്ഥ. രണ്ടാമത് ലൊക്കേഷൻ കൺസിഡർ ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പോലും ഹോസ്പിറ്റൽ ആക്സസ് അടുത്തുണ്ടാവണം. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഹോസ്പിറ്റൽ ആക്സസ് അടുത്തുണ്ട്. സൺറൈസ് ഹോസ്പിറ്റലുണ്ട്, ധാരാളം ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ശരി ഒരു സൈഡിൽ പോയി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ലൊക്കേഷനാണ് ഏറ്റവും പ്രൈമറി തിങ്സ്. ആ ലൊക്കേഷൻ ബേസ് നോക്കുമ്പോൾ ഇത് എക്സാക്ട്ലി ഒരു ഗ്രോയിങ് ലൊക്കേഷനാണ്, ഏറ്റവും സെൻട്രൽ ലൊക്കേഷനാണ് കാക്കനാട് ഇടച്ചിറ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തീം, ഇത് സോൾവ് ചെയ്യുന്നൊരു പ്രോബ്ലം. നമ്മൾ ഇതിനെ ഒരു ഹോമിനെ ഒരു വെൽനെസ് കോൺസെപ്റ്റായിട്ട്, ഒരു ഗ്രീനിഷ് കോൺസെപ്റ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് ക്ലബ് ചെയ്ത് വരുമ്പോൾ ഇത് സോൾവ് ചെയ്യുന്നൊരു മേഖലയുണ്ട്. നമ്മൾ ലക്ഷറി പ്ലസ് വെൽനെസ് ആണ്, മനസ്സിലായില്ലേ? ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആക്സസറീസ് നമ്മൾ കൊടുക്കുന്നു, പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നു, അതിലും പ്രീമിയം ആയിട്ടുള്ള ഗ്രീനിഷ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത്, മനസ്സിലായി? അപ്പോൾ ഇത് ഒരു യുണീക്ക് പ്രോജക്റ്റാണ്, ഒരു യുണീക്ക് തീമാണ്. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ വാല്യുവേഷൻ കിട്ടും, ഒരു യുണീക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ HNI ക്ലയൻറ്റ്, അവർക്ക് വിത്തിൻ എ 6 months സ്പാൻ ടൈമിൽ ആരെങ്കിലും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ലൈക്ക് ആസ് നോട്ട് ഒരു കമ്പനിയുടെ മുതലാളി അല്ലെങ്കിൽ ഡയറക്ടർ എന്നല്ലാതെ നമ്മുടെ ഈ പ്രൊജക്റ്റ് അല്ല, അല്ലെങ്കിൽ കാക്കനാട് ഏരിയ അല്ലെങ്കിൽ ഒരു കൊച്ചിയിൽ പ്രോപ്പർട്ടി മേടിക്കുന്ന രീതിയിൽ നമ്മൾ സജഷൻ എന്തായിരിക്കും കൊടുക്കുന്നത്? വൺ പീസ് ഓഫ് അഡ്വൈസ്. ഇനിയൊരു പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു ലക്ഷറി എന്ന് പറയുന്നത് ഈ ക്ലാഡിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റോണിലോ കാണുന്ന ഒരു ലക്ഷറി അല്ല, ഇൻറ്റീരിയർ മാത്രം കാണുന്ന ലക്ഷറി അല്ല, മറിച്ച് ഒരു വെൽനെസ് ഓറിയൻറ്റഡ് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലക്ഷറിയാണ്, ഗ്രീനിഷ് ലിവിങ് സ്റ്റൈൽ. അത് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തൊരു ബെസ്റ്റ് ചോയ്സാണ്. ഇത് കേരളത്തിലെ ഫസ്റ്റ് ജഗൂസി വില്ല കമ്മ്യൂണിറ്റിയാണ്, വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ, 46 യൂണിറ്റ്സേ ഉള്ളൂ, 45. അതിനകത്ത് ഓൾമോസ്റ്റ് 50% സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇതൊരു എക്സാക്ട്ലി ഒരു ബെറ്റർ ലൊക്കേഷൻ, ഗുഡ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഇടച്ചിറ എന്ന് പറയുന്ന ഏറ്റവും പ്രീമിയം ലൊക്കേഷനിലാണ് ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി. ഇതിൻ്റെ 50% വരുന്ന വർക്കുകൾ ഇപ്പം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റൈറ്റ് ചോയ്സ്. ഇപ്പോഴത്തെ അവസ്ഥ ഇതൊരു റൈറ്റ് ചോയ്സാണ്. കാരണം വളരെ വേഗതയിൽ കുതിച്ചു പായുവാണ് ലാൻഡിൻ്റെ വില. അത് വെച്ച് നോക്കുമ്പോൾ കാക്കനാട് ഇതുപോലൊരു പ്രോജക്റ്റ് ഇനി ഉണ്ടാകത്തില്ല. കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഇനി വരുന്ന ഇപ്പോഴത്തെ ഒരു പ്രോപ്പർട്ടി കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റുകൾക്കൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ കാക്കനാട് സംബന്ധിച്ച്. പിന്നെ ഇനി വില്ലാസ് വേണമെങ്കിൽ പള്ളിക്കര, കിഴക്കമ്പലം ആ ഏരിയയിലേക്ക് മാറിപ്പോകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻസ്. ഇതൊരു റൈറ്റ് ടൈമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ ടൈം. ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു, നമ്മളെല്ലാം കവർ ചെയ്തു. നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ഒരു നല്ലൊരു എക്സ്പ്ലനേഷനാണ് സാർ തന്നത്. സോ ഈ ഒരു പവിലിയസിൻ്റെ ഐഡൻറ്റിറ്റി ബൈ അർബൻ വില്ലേജിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒരു നല്ലൊരു സക്സസ് ആവട്ടെ. ആൻഡ് people who are investing, definitely this is the right time and right place. And so thank you so much for your time.